നമസ്കാരം. നാഗപ്പൂരിലെ വൈദികന്റെ അറസ്റ്റ് മനുഷ്യ സമൂഹത്തിന് അപമാനമാണെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്മാർ 5 പേരാണ് കേട്ടോ, ഒരാളല്ല അധ്യക്ഷൻ. 1 ബസേലിയത്ത്, 2 മാത്യൂസ്, 3 തൃതീയൻ, 4 തൊലിക്കൻ, 5 ബാവ. 5 അധ്യക്ഷന്മാരാണ്. എടോ തൊലിക്കൻസേ, അവിടെ നടക്കുന്ന ആ ഓർത്തഡോക്സും യാക്കോബ സഭക്കാരും തമ്മിലുള്ള പള്ളി പിടിക്കലും ചവിട്ടി പൊളിക്കലും തെറി വിളിക്കലും അതൊക്കെയാണോ ഈ സമൂഹത്തിന് ഏറ്റവും വലിയ അപമാനം? ഇന്നിപ്പോൾ ന്യൂ ഇയറാ. സുഖകരമല്ലാത്ത ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ. ഈ ഭാരതത്തിൻ്റെയും അവിടെ ജീവിക്കുന്ന ഹിന്ദുക്കളുടെയും പാരമ്പര്യത്തെയും പൈതൃകത്തെയും ചോദ്യം ചെയ്യുന്ന പ്രക്രിയ തുടരുന്ന പക്ഷം നിസ്സംഗരായിട്ടുള്ള സമൂഹത്തെ, ഹിന്ദു സമൂഹത്തെ അവഹേളിച്ച് അപമാനിച്ച് കുരിശു കൃഷിക്കാരായിട്ട് തുടരാനാണ് ഭാവമെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദു സമൂഹം മത്തഗജ മാന മതിച്ചു വരുന്ന ആനയെ നേരിടുന്ന പഞ്ചാസ്യൻ സിംഹത്തിൻ്റെ പോലെയാകും കേട്ടോ. സ്വയമേവ മൃഗേന്ദ്രത എന്ന ആപ്തവാക്യം മനസ്സിലുറപ്പിച്ച് ഇവിടെയുള്ള ക്രിസ്ത്യൻ കുരിശു കുസമാടികൾക്ക് നേരെ ആഞ്ഞടിക്കും. വീണ്ടും നരസിംഹമാവും ഇവിടുത്തെ ഹിന്ദുക്കൾ. അവൻ നിൻ്റെയൊക്കെ മൂലാധാരങ്ങളൊക്കെ തകർക്കും കേട്ടോ. മാറ് പിറന്ന് കുടൽമാല പുറത്തെടുത്ത് കഴുത്തിനണിയും. നിർത്തിക്കോ നിങ്ങളുടെ കുരിശു കൃഷി, നിർത്തിക്കോ നിങ്ങൾ ഹിന്ദുക്കളെ അപമാനിക്കുന്ന തെമ്മാടത്തിന് ഇപ്പം നിർത്തിക്കോ. അതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ലെങ്കിൽ അടുത്ത ക്രിസ്മസ്, അടുത്ത ന്യൂ ഇയർ ഇന്ത്യയിൽ വെച്ച് ആഘോഷിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നാഗപ്പൂരിലെ വൈദികൻ്റെ അറസ്റ്റ് അത് മനുഷ്യ സമൂഹത്തിന് അപമാനമാണെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ, അവൻ്റെ പേര് വായിക്കണമെങ്കിൽ അതിന് സമയം പിടിക്കും, ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയത്ത് മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ, ഇതാണ് അവൻ്റെ പേര്. ഏതായാലും വല്ല നാരായണെന്നോ കൃഷ്ണനോ പേരിട്ട പോലെ. മതപരിവർത്തനം ആരോപിച്ചിട്ടല്ലടോ ഇന്ന് വരെ ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തി എന്നുള്ളതിൻ്റെ പേരിലൊരു മുസ്ലിമിനെ RS തല്ലിയിട്ടില്ല. ഹിന്ദുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അതിൻ്റെ പേരിലൊരു പ്രശ്നമോടും ഉണ്ടായിട്ടില്ല. നിങ്ങളിത് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാണോ അവിടെ പോയിട്ട് പെറ്റി കിടക്കുന്നത്? അടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മതപരിവർത്തനം നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം കൺവെർഷനാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളവിടെ പോയി എടുക്കുന്നത്. അത് നിങ്ങളുടെ കുലത്തൊഴിലാണ്. അവിടെ ഇതിനൊത്താശ ചെയ്യുന്ന ഭരണാധികാരി ആരാ ഇതിനൊത്താശ ചെയ്യുന്ന ഭരണാധികാരി ആരാടോ ബസേലിയത്തെ, മാത്യൂസെ, തൃതീയനെ, കത്തോലിക്കെ, ബാവെ. ആലോചിച്ച് നോക്കടോ. തനിക്ക് വെളിവ് നഷ്ടപ്പെട്ടില്ലേ? ആലോചിച്ച് നോക്കടോ. ഇതിനൊത്താശ ചെയ്യുന്ന ഭരണാധികാരി താൻ തന്നെ പറഞ്ഞല്ലോ, ഭരണഘടനയ്ക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ആരാണത്? മോഡി. ആ മോഡിയുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്നവരല്ലടോ നിങ്ങൾ. മാസാമാസം കൃത്യമായിട്ട് അവിടെ പോയിട്ട് തണ്ടിയൊക്കൊല സമർപ്പിക്കുന്ന നാറികളല്ലേടോ നിങ്ങൾ. മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അതിന് നിയമപരിരക്ഷയുണ്ട്. ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള വ്യത്യാസമില്ല. ശരിയാടോ. ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർ മനുഷ്യ സമൂഹത്തിന് അപമാനം, അതും ശരിയാ. ഇതിനെതിരെ ഇവിടെ ആരും പ്രവർത്തിച്ചിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ആ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതിൻ്റെ പേരിൽ ആരും മെക്കെട്ട് കയറിയിട്ടില്ല. പക്ഷേ മതപരിവർത്തനം, ഹിന്ദു വീടുകളുടെ കാക്കൂട്ടിൽ കയറി ചെന്ന് മറ്റുള്ള മതങ്ങൾ അധിക്ഷേപിച്ച് ഇതൊക്കെ തന്നെയാണോ മതപരിവർത്തനമെല്ലാം നിർബന്ധിത. അതല്ലെങ്കിൽ എനിക്ക് മതം മാറാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും വഴിയും മാർഗങ്ങളുണ്ട്. ഗവൺമെൻറ് വിധിച്ചിട്ടുള്ള വഴിയും മാർഗങ്ങളുണ്ട്. ആ വഴിയും മാർഗങ്ങളുടെ നേടിയിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ദളിതനെന്ന ഊശാമ്പി അഡ്രസ്സ്, അത് പിന്നെ പറ്റാത്ത കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള വഴിയിൽ കൂടെ നീങ്ങാനല്ല നിങ്ങൾക്ക് താല്പര്യം. ആയതുകൊണ്ട് തന്നെ സംഘപരിവാറുകാർക്കും നിയമപരമായിട്ടുള്ള വഴി കൂടെ നീങ്ങാനല്ല താല്പര്യം. നിങ്ങൾ മതപരിവർത്തനം നടത്തും, നിങ്ങളുടെ തല അവർ തല്ലി പൊളിക്കും. ഇതിന് ഒടുങ്ങാത്ത എവിടെന്നാ തുടക്കം? നിങ്ങളുടെ മതപരിവർത്തനം. എവിടെയാ ഒടുക്കം? എന്നാണോ നിങ്ങൾ മതപരിവർത്തനം അവസാനിപ്പിക്കുന്നത് അവിടെ ഈ പ്രശ്നം ഒടുങ്ങാൻ പോകുന്നുള്ളൂ. ഒത്താശ ചെയ്യുന്ന ഭരണാധികാരി, ഭരണഘടനയ്ക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയും വിധ്വംസ പ്രവർത്തികൾ നിരോധിക്കാൻ ഭരണാധികാരികൾ ഈ ഒത്താശ ചെയ്യുന്ന ഭരണാധികാരി ഭരണഘടനയ്ക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണത്രേ. ഇതാരാടോ?
ഇവിടെ ഒത്താശ ഭരണാധികാരി ആരാടോ? ഒന്ന് തുറന്ന് പറയടോ, ഒന്ന് തുറന്ന് പറയടോ. ഞാൻ പറഞ്ഞു തരാടോ, നരേന്ദ്രമോദി, നരേന്ദ്ര ദാമോദരദാസ് മോഡി. ആ പേര് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. ആ പേര് പറഞ്ഞാൽ നിങ്ങളുടെ നാക്കും നിങ്ങളുടെ പല്ലും കൂട്ടിക്കടിക്കും. കാരണം അവിടെ കഴുകാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ. അതുകൊണ്ട് മൂടി വെച്ചിട്ട് എപ്പോഴും സംസാരിക്കുള്ളൂ. വിധ്വംസ പ്രവർത്തികൾ നിരോധിക്കാൻ ഭരണാധികാരികൾ ഇടപെടണം. ആ ഇടപെടലാണ് അവിടെ നടന്നത്. ആ ഇടപെടലാണ് അവിടെ നടക്കുന്നത്. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ വിധ്വംസ പ്രവൃത്തിയെ അതില്ലാതാക്കാനുള്ള ഇടപെടലാണ് ഇവിടുത്തെ ജനങ്ങൾ പോലും നടത്തുന്നത്. തുടർച്ചയായിട്ട് ഇത്തരം നടപടികൾ ഉണ്ടാകുന്ന ആശങ്കപ്പെടുത്തുന്നതാണ്. ഒരാശങ്കയുടെ ആവശ്യമില്ല, ഒരാശങ്കയുടെ ആവശ്യമില്ല. മതപരിവർത്തനം നിർത്തിയാൽ മതി, മതപരിവർത്തനം നിർത്തിയാൽ മതി. പഠിക്കാത്ത കുട്ടിക്ക് അച്ഛൻ ദിവസം ഇമ്പോസിഷൻ എഴുതിയോടാ, ഇന്നലെ എന്താ ക്ലാസ്സിൽ നോക്കുമ്പോൾ ചക്കൻ കരയാൻ തുടങ്ങും. ചിലപ്പോൾ ചക്കനടുത്ത് ചെവി പിടിച്ച് തിരുമ്മും, അല്ലെങ്കിൽ രണ്ട് അടി വെച്ച് കൊടുക്കും. അപ്പോൾ അമ്മ പിന്നാലെ ഒന്ന് പറയും, നിങ്ങൾ എന്തിനാ അവനെ തല്ലിയേ, അങ്ങനെ തല്ലാൻ പാടില്ല. എന്നിട്ട് അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ചക്കനോട് പറയും, മോൻ നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ പറയാം. അതവനിഷ്ടമല്ല. മോൻ നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അച്ഛൻ തല്ലിയത് എന്തിനു വേണ്ടിയിട്ടാണ്? മോൻ നന്നായിട്ട് പഠിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അമ്മയുടെ സൂത്രപ്പണി എന്താ? അടിയെല്ലാം അച്ഛൻ കൊടുത്തു, എന്നിട്ട് അമ്മ പോയിട്ട് പറയാം, മോൻ വിഷമിക്കണ്ട കേട്ടോ, മോൻ നന്നായിട്ട് പഠിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഇവിടെയും പറയുന്നുള്ളൂ. നിങ്ങളങ്ങനെ നന്നായാൽ മതി. ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ കുരിശു കൃഷി എന്ന് പറഞ്ഞ പൊലയാട്ട് പരിപാടി നിർത്തിവെക്കുന്നിടത്തൊങ്ങാനും നിങ്ങൾ അംഗപ്രത്യങ്ങൾ പലതിനും പല രൂപമാറ്റങ്ങൾ സംഭവിക്കും. അതിൽ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. തെറ്റ് ചെയ്യുന്നു, വൃത്തികേട് കാണിക്കുന്നതും ഈ പൊലയാട്ട് പാർട്ടികളാണ്. ഇവിടുത്തെ ഇതിനു വേണ്ടി നടക്കുന്ന കുറേ കുരിശു കൃഷി ക്രിസ്ത്യാനികളാണ്. അവർക്ക് അടി അവർക്ക് അടി മാത്രമേ അവർക്ക് അടിയും ചവിട്ടും കുത്തുമല്ലാതെ അവർക്ക് വേറെ മരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ 1912 എത്ര കാലമായിട്ട് ആലോചിക്കണം, ലോകത്തിനിങ്ങനൊരു കേസ് ഉണ്ടായിരിക്കില്ല. 1912 തുടങ്ങിയ അടിയാണ് യാക്കോ സഭക്കാരും ഓർത്തഡോക്സും തമ്മിലുള്ള അടി. അത് പലപ്പോഴും കേരളത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ ഉയർന്നു വരും. ആ സമയത്തൊക്കെ കേരളത്തിൽ ദുർഗന്ധം പടർത്താറുണ്ട്. സംഭവം എന്താ? അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം പങ്കുവെക്കാൻ കഴിയാത്ത അവിവേകികളായിട്ടുള്ള ആളുകൾ, അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. 1912 2012 കഴിഞ്ഞു, പിന്നെയും 12 വർഷം കഴിഞ്ഞു, പിന്നെയും ഒരു വർഷം കഴിഞ്ഞ് എത്രയായി? 113 114 വർഷമായിട്ട് ഈ നായിൻ്റെ മക്കൾ, ഈ പുലയാട്ട് ക്രിസ്ത്യാനികൾ ഇതുവരെ ആ അടി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. എത്ര പേര് അതിൻ്റെ പേരിൽ ഒരു പള്ളിയുണ്ട് ഇവിടെ, മറ്റേ കടമറ്റത്തിന് മുമ്പുള്ള സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി, അവിടെ കുത്തിക്കൊലപാതകം വരെ നടന്നിട്ടുണ്ട്. അവിടെ കോലഞ്ചേരിയിൽ 2 സഹോദരന്മാരൊക്കെ ഉണ്ട്. അവരൊരു പക്ഷത്ത് ഇവരൊരു പക്ഷത്ത്. ആ പള്ളിയുടെ ഇവിടെ മറ്റേ അത് ഭാവകക്ഷിയും മെത്രാകക്ഷി എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. അതല്ലോ നാണക്കേടും മാനക്കേടും. അപ്പോൾ അത് പള്ളി പിടിക്കൽ, അതുപോലെ തെറി വിളിക്കൽ, അതുപോലെ ഗേറ്റ് തകർക്കൽ, പൊലയാട്ട് വിളിച്ചു പോകൽ, അത് കഴിഞ്ഞ് പോലീസ്, കോടതി, ഇതല്ലോ യഥാർത്ഥമുള്ള അപമാനം. നമുക്ക് ഇങ്ങനെ ഈ അപമാനം വരുത്തി വയ്ക്കുന്ന അവിവേകികളായിട്ടുള്ള നിങ്ങളാണ് ഈ കേരള സമൂഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അപമാനം. അത് നിങ്ങൾ മാത്രമാണ് അപമാനം. ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. ഇതല്ലേടോ യഥാർത്ഥത്തിലുള്ള നാണക്കേടും മാനക്കേടും. ഒന്ന് ചിന്തിച്ച് നോക്കടോ. ആ നാണക്കേടിൻ്റെ ചീഞ്ഞളിഞ്ഞ മാലിന്യ കുഴിയിൽ നിന്ന് ഹിന്ദുക്കൾക്കെതിരെ, ആ കുഴിയിൽ മുങ്ങി നിന്നിട്ടാണ് ഹിന്ദുക്കൾക്കെതിരെ ആക്രോശിക്കുന്നത്. അങ്ങനെ ചെയ്യാതെടോ. പള്ളി പൊലയാട്ടുകളെ, മതം അനുഷ്ഠിച്ചോ നിങ്ങൾ, അതിന് നിയമം ഒപ്പമുണ്ട്. മതം പ്രചരിപ്പിച്ചോ നിങ്ങൾ, അതിനും നിയമം സമൂഹം ഒപ്പമുണ്ട്. എന്നാൽ അനധികൃതമായിട്ടുള്ള മതപരിവർത്തന വ്യാപാരമുണ്ടല്ലോ, അത് അനുവദിക്കുന്നില്ല, അത് സമ്മതിക്കുന്നില്ല. നിയമാനുസൃതമായിട്ടുള്ള വഴികളിലൂടെയുള്ള മതപരിവർത്തനം അത് നിങ്ങൾക്ക് താല്പര്യമില്ല. കുറുക്കു വഴികളിലൂടെയുള്ള മതപരിവർത്തന വ്യാപാരം അനുവദിക്കാൻ നിയമത്തിനും താല്പര്യമില്ല, സമൂഹത്തിനും താല്പര്യം. അതാണോ ഇപ്പോൾ അവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ഇന്ത്യൻ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നത് അവരുടെ അന്തം കെട്ട കുരിശു കൃഷിയുടെ അപരിഹാര്യമായിട്ടുള്ള ദുരന്തമാണ്. നിങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ നാഗപ്പൂരിൽ ഞങ്ങളുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമ്പ് പറഞ്ഞാൽ 3.5 വർഷത്തെ ക്യാമ്പാണ് വേദാന്ത പഠനത്തിനായിട്ട്. അവിടെ പോകുമ്പോൾ ഒരു റബ്ബർ കൊണ്ടൊരു തിരശ്ശീല കെട്ടിയിട്ടുണ്ട്. അവിടെ നല്ല കട്ടിയുള്ള തിരശ്ശീല. ഇപ്പുറത്ത് കുറേ പന്ത് ഇരിക്കുന്നുണ്ട്. ആ പന്ത് നമ്മളെടുത്ത് അതിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എവിടെ നിന്ന് എറിയുന്നുവോ, ഇവിടെ നിന്ന് എറിഞ്ഞാൽ ഇങ്ങോട്ട്, ഇവിടെ നിന്ന് എറിഞ്ഞാൽ ഇങ്ങോട്ട്, അവരുടെ തലയിൽ വന്ന് തന്നെ അടിക്കും.
ഇത് നമ്മളൊക്കെയും പലരും എറിഞ്ഞു നോക്കി, എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് മാറുമ്പോഴേയും വന്ന് തലയിലടിക്കും. ഇതല്ലടോ ഇവിടെ ചെയ്യുന്നത്, നിങ്ങളല്ലേ എറിയുന്നത്, നിങ്ങളുടെ തലയിലല്ലേ വന്ന് കൊള്ളുന്നത്. മതപരിവർത്തനം നടത്തുന്നതുകൊണ്ടല്ലടോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഹിന്ദുക്കളുടെ വീട്ടിൽ കയറി ചെല്ലുന്നത്? നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ആ ഗേറ്റിൽ നിന്ന് മുട്ടാൻ നിങ്ങൾ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ഒരു മുസ്ലിം നിങ്ങൾ മതം മാറ്റിയിട്ടുണ്ടോ? കേരളത്തിൽ എത്ര ക്രിസ്ത്യാനികളാണോ അഷ്ടിക വകം മുട്ടാതെ കഷ്ടപ്പെടുന്നത്? അവരെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അവരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെ യഥാർത്ഥ മതത്തിൻ്റെ ഉയർച്ചയിലേക്ക്, അവിടെ കുറേ എണ്ണുണ്ടല്ലോ സ്വർണ്ണക്കുരിശുമാരായിട്ട് തൂക്കിയിട്ട് നടക്കുന്ന ആൾക്കാർ, അത് നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ കാക്കൂട്ടിൽ തന്നെ ചെന്ന് കയറണം. അപ്പം അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, തല്ല് തന്നെ, തല പൊളിക്കൽ തന്നെ. അതിന് വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഈ മതപരിവർത്തനം എന്ന പൊലയാട്ട് വിദ്യ തുടരുന്നിടത്തോളം കാലം സംഘപരിവാർ നിൻ്റെയൊക്കെ മേലെയുള്ള വെട്ടി നിരത്തിൽ അതും തുടരും, ഒരു സംശയവും വേണ്ട. ഈ ദുരന്തത്തിന് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ തന്നെയാണ് കാരണക്കാർ. കേന്ദ്രം ഭരിക്കുന്നത് ആരാ? കേന്ദ്രം ഭരിക്കുന്നത് ആരാ? സംഘപരിവാറാണ്. കേരളം ഭരിക്കുന്ന BJP ആരാ? സംഘപരിവാറാണ്. സംഘപരിവാർ എന്ന് പറഞ്ഞ വലിയ മൂലാധാരത്തിൻ്റെ കൊച്ചു കൊച്ചു ചില്ലകളാണിതെല്ലാം. അതിൻ്റെ മൂട് താങ്ങികളായിട്ട് അതിൻ്റെ മൂട് താങ്ങികൾ ആരാ? നിങ്ങളെന്ന പൊലയാട്ട് ക്രിസ്ത്യാനികൾ കൂടിയാണ്. കേരളത്തിൽ 2 ചർച്ച് ബ്രാൻഡഡ് മന്ത്രിമാരെ നിങ്ങളല്ലേ സംഘപരിവാറിന് മറ്റേ താമ്പാളത്തിൽ വെച്ചിട്ട് തിരുമുൽക്കാഴ്ച വെച്ച് കൊടുത്തത്? കേന്ദ്ര ഭരണ നേതൃത്വത്തിൽ കയറിയിരിക്കുന്നത് ആരാ? നിങ്ങൾ കൂടിയാണ്, പള്ളിക്കാരാണ്. ആ ചെമ്പ് കോഴി കുഞ്ഞൻ ആ ഇക്കണ്ട നായർ ആരാ? അവൻ പള്ളിയുടെ കെയർ ഓഫിൽ അവിടെ ചെന്ന് കൂടിയിട്ടുള്ളതാണ്. മറ്റേ വേറൊരു കൂറിയൻ അവനും. എന്നിരിക്കലും ക്രിസ്ത്യാനികൾ ഈ കേരളത്തിലും നോർത്ത് ഇന്ത്യയിൽ സകലയിടത്തിലും നിങ്ങൾ അടിയും തല്ലും തല്ലി തകർലും ഏറ്റുവാങ്ങുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇവിടുന്ന് അയച്ച മന്ത്രിമാർ. സംഘപരിവാറുകൾ നിങ്ങളെ സമൂലം അടിച്ചൊതുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ RSSനും മോഡി പ്രവൃത്തികൾക്കും ഓശാന പാടുകയാണ് ആണോ? ഇന്നും കേരളത്തിൽ ഞങ്ങൾ കാണുന്നുണ്ടോ? അവർക്ക് വേണ്ടി വാക്കുകളിൽ നിങ്ങൾ തേൻ പുരട്ടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ തന്നെ നിങ്ങളുടെ കാല് വെട്ടി ചോര കുടിച്ച് അർമാദിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഹിന്ദു സമൂഹം എന്ത് പിഴച്ചു? അതിന് മുസ്ലിം സമൂഹം എന്ത് പിഴച്ചു? പൂഞ്ഞാറ്റിലെ PC ജോർജ് നേരെ സെൻറ് തോമസ് ഒന്ന് മതം മാറ്റിയതവനെ, ഒറിജിനൽ ക്രിസ്ത്യാനി PC ജോർജ്. അയാളുടെ മകൻ ഷോൺ ജോർജ് സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ കൈമെയ് മറന്ന് ക്രിസ്ത്യൻ വിരോധികളെന്ന് നിങ്ങൾ പറയുന്ന RSകാരൊപ്പമല്ലോ അവർ നിൽക്കുന്നത്. ഇവിടെ ഈ ഉത്തരേന്ത്യയിൽ നടന്ന ഏതെങ്കിലും സംഭവത്തിൻ്റെ പേരിൽ അവർക്ക് സംഘപരിവാർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോടോ? കൊത്തി കൊല്ലണ്ട, ചീറ്റാണെങ്കിലും പഠിക്കടോ. തൃശ്ശൂരിൽ നിന്നൊരുത്തനെ, ഒരു ഇക്കണ്ട നായരെ ചെമ്പ് കിരീടം വാങ്ങിയതിൻ്റെ നന്ദി സൂചകമായിട്ട് സ്മരണയുടെ പേര് നിങ്ങൾ MP ആക്കി മാറ്റി. അതിന് കൂട്ടത്തിൽ മറ്റൊരു കഥയും കൂടിയുണ്ട്. 300 രൂപയാക്കി കിട്ടിയാൽ, റബ്ബർ 300 രൂപയാക്കി കിട്ടിക്കഴിഞ്ഞാൽ തൊള്ളയിൽ കൊടുക്കാം MP സ്ഥാനം എന്ന് പറഞ്ഞില്ലേ ഒരു തടിയൻ, പാമ്പളാനി. അപ്പം നിങ്ങൾ അനുഭവിച്ചു രാജ്യം മുഴുക്കെ. ഇവിടെ ഈ ചെമ്പ് കിരീടം വാങ്ങിയവർ, സ്വർണ്ണ കിരീടം ചെമ്പ് കിരീടം വാങ്ങി പിള്ളേരെ ഭാഷയിൽ പെണ്ണ ഓമ്പിച്ചു. അതല്ലേ ഉണ്ടായത്. പക്ഷെ പുറത്തു പറയാൻ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് നാണക്കേടാണ്. അതേ മാതാവിൻ്റെ, ലൂർദ് മാതാവിൻ്റെ, മേരി മാതാവിൻ്റെ തലകൾ രാജ്യം മുഴുക്ക നടന്നവർ തച്ചുടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മിണ്ടാട്ടില്ല. എന്നിട്ട് നിങ്ങളുടെ മന്ത്രിമാർ, നിങ്ങളുടെ പൊലയാട്ട് ക്രിസ്ത്യാനികളും അവരെല്ലാവരും സർവവും മറന്ന് RSS പാടുമ്പോൾ നിങ്ങൾ ശങ്കടി പാടുന്നു, RSS പാടുമ്പോൾ നിങ്ങൾ ശങ്കടി പാടുന്നു. എന്താ കാരണം? അധികാരം വേണം. നിങ്ങളുടെ മടിയിലുള്ളത് അവിടെ തന്നെ ഇരിക്കണം. ലക്ഷ്യം അധികാരത്തിൻ്റെ അപകർഷണം തന്നെയാണ്. മതവും അനുയായികളും നിങ്ങളെ പ്രതി വിഡ്ഢികളാക്കുകയാണ്. ആത്മായമാരെ നിങ്ങൾ വിഡ്ഢികളാക്കുകയാണ്. ഇതൊക്കെയല്ലേ സത്യം? എന്നിട്ട് ഇപ്പോൾ പഴി മുഴുവൻ RSSകാർക്ക്. കൂട്ടത്തിൽ
ആ ആ പഴിയുടെ ചെറിയൊരു പങ്ക് അത് സ്ഥിരം പരിപാടിയാണ് മുസ്ലിങ്ങളുടെയും മേലെ അവരോധിക്കും നിങ്ങൾ. സംഘപരിവാറിനും അവരുടെ സംഘക്കുട്ടപ്പന്മാർക്കും നിങ്ങൾ അടിപണിയുകയാണ്, അടിമപ്പണി ചെയ്യുകയാണ്. അവരെ കാല് കഴുകിയ വെള്ളം കുടിക്കുകയല്ലേടോ ഈ തൊലിക്കന്മാരും എല്ലാ സാധനങ്ങളെല്ലാവരും കൂടിയിട്ട്. മോഡിയെ കണ്ടു കഴിഞ്ഞാൽ ഈ വിഷപ്പന്മാരുടെയും ഈ ഛർദിനാൾമാരുടെയും അവരുടെ മുട്ടുകാരിങ്ങനെ വിറച്ചിങ്ങനെ കിട്ടുകിട്ടുകിട്ടുന്നതിനെ കൂട്ടിയിടിക്കുന്നത് അതും നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ക്രിസ്ത്യാനികളെ സംഘപരിവാറിന് ഭയമാണെന്ന്. അതാ ഏറ്റവും രസം. സംഘപരിവാറിന് ക്രിസ്ത്യാനികളെ ഭയമാണത്രേ. ഇന്നലെ എനിക്ക് അയച്ചു കിട്ടിയ ഒരു 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 ലേഖനം, ഹിന്ദുത്വം ഏറ്റവും അധികം പേടിക്കുന്ന ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളെയാണെന്ന്. ഇത് എഴുതി വെച്ചിട്ടുള്ളത്, ഇതിൽ പറയുന്ന കുര്യാക്കോസ്, KURIAKOSE തോമസ്, THOMAS, അവനാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ പറയുന്ന ഇവരുടെ ബിഷപ്പുമാരടക്കം ഛർദിനാന്മാർ, ആർച്ച് ബിഷപ്പ്, വളഞ്ഞ ബിഷപ്പ്, ഇവരൊക്കെ മോദിയെ കൊണ്ട് കാല് പിടിക്കാൻ പറ്റൊരു പോക്കുണ്ട്. അങ്ങനെ കാണുന്ന സമയത്ത് ഇവരുടെ ഹൃദയമിടിപ്പ് കൂടും, വിറ കൂടും, മുട്ടുകാലിനെ കൂട്ടിയിടിക്കും. കാരണം എന്താ, അരയിൽ കനമുണ്ട്, മടിയിൽ കനമുണ്ട്. എന്നിട്ട് പറയുകയാണ് ഹിന്ദുത്വം ഏറ്റവും അധികം പേടിക്കുന്ന ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളെയാണെന്ന്. എന്നിട്ട് അവൻ എഴുതിയിരിക്കുക, കാരണം ലളിതമാണ്. ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം ജാതിപരമായിട്ട് അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു, ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു, ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നു, തലമുറകളായിട്ട് അടിച്ചമർത്തപ്പെട്ടവർ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് എന്താ കിട്ടുന്നത്? അടിയും കിട്ടുന്നു. ആരടിക്കുന്നത്? ഇവരെ ആരടിക്കുന്നത്? ഈ പറയുന്ന മറ്റേ ഗ്രാമീണരാണ് കൂട്ടം ചേർന്നിട്ട് ഇവരെ, അല്ലാണ്ട് IAS ഓഫീസർമാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരെല്ലാം അടിക്കുന്നത് ഈ ഗ്രാമീണരാണ്. നിങ്ങളുടെ പണം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ജീവിതശൈലി ഞങ്ങൾക്ക് പകർന്നു തരണ്ട. നിങ്ങളവിടെ ആഹാരം കൊടുക്കുന്നുണ്ട്, നിങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പുറകിലൊരു ചൂണ്ടയുണ്ട്. അതല്ലേ നിങ്ങളുടെ മതപരിവർത്തനമാണല്ലോ നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇന്ന് ഹിന്ദുത്വത്തിൻ്റെ പേടി ഒരു ദളിതനും, ഇന്നിപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ പേടി ഒരു ദളിതനും, ഒരു ആദിവാസിയും, ഒരു പിന്നോക്കക്കാരനും അവർ വിദ്യാഭ്യാസം നേടുമ്പോൾ, സ്വന്തം ചരിത്രം വായിക്കുമ്പോൾ, സ്വന്തം ചൂഷണത്തിൻ്റെ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ഒരു ഘട്ടത്തിൽ അവൻ ചോദിക്കും, സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ജനക ജീവിതത്തിന് കാരണം ആരാണ്? ഇതുവരെ സ്ഥിരം പറയുന്നൊരു പരിപാടിയാണ്. ഹിന്ദുക്കൾ തുണിയെടുക്കാൻ പഠിച്ചത് ഇവന്മാരുടെ മിഷണറിമാർ വന്നതിന് ശേഷമാണെന്ന്. ഹിന്ദുക്കൾ എഴുതാൻ പഠിച്ചത് ഇവന്മാരുടെ മിഷണറിമാർ വന്നതിന് ശേഷമാണെന്ന്. ഹിന്ദുക്കൾ ചാടി നടക്കുന്ന, നാലുകാൽമ ചാടി നടക്കുന്ന പ്രാകൃതന്മാരല്ലാതായത് ഇവന്മാരുടെ മിഷണറിമാർ വന്നതിന് ശേഷമാണെന്ന്. മറുപടി ഉണ്ടോ അതിനൊക്കെ? എനിക്ക് മറുപടി ഇന്നലെ അതിൻ്റെ മറുപടിക്ക് വളരെ മനോഹരമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ് വാസ്തവത്തിൽ. ഇവിടെ നിങ്ങളൊരു മനസ്സിലാക്കണം, 5 നൂറ്റാണ്ട് മുതൽ 15 നൂറ്റാണ്ട് വരെ 5-ാം നൂറ്റാണ്ട് പിന്നെ മുമ്പ് ഒന്നുമില്ല, 15-ാം നൂറ്റാണ്ട് വരെ ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നടോ ഈ പറയുന്ന യൂറോപ്പ്. അവിടെ അതിനു മുമ്പ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ച നിയാണ്ടർത്താൽ മനുഷ്യന്മാർക്ക് പോലും കൃത്യമായിട്ടുള്ള ക്രയവിക്രയങ്ങളുണ്ടായിരുന്നു. അവർ സംസാരിച്ചിരുന്നു, അവർക്ക് അവരുടെ ഭാഷകളുണ്ടായിരുന്നു, അവർക്ക് ഹണ്ടിങ്ങിന് വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള രൂപരേഖകൾ അവർ ചമച്ചു വച്ചിരുന്നു. അവിടെ ഫെഡറൽ സംവിധാനം ഉണ്ടായിരുന്നു, ഓരോ സമൂഹത്തിനും നേതാക്കന്മാരുണ്ടായിരുന്നു, അവർക്ക് താമസിക്കാൻ ഒരുക്കുന്ന ഗുഹകൾക്ക് മനോഹാരിതയും അവിടെ ചിത്രങ്ങളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷേ 15-ാം നൂറ്റാണ്ട് വരെ ഈ യൂറോപ്യൻസ് ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നു. ആ സമയത്തും അതിനു മുൻപും ഇവിടെ നളന്ദ ഉണ്ടായിരുന്നടോ സർവകലാശാല, ഇവിടെ തക്ഷശില ഉണ്ടായിരുന്നടോ സർവകലാശാല. ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടായിരുന്നടോ, ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടായിരുന്നു, അതിന് ശാസ്ത്രമുണ്ടായിരുന്നടോ. അതായിരുന്നു പാണിനീയം. അതെവിടെന്നാണ് തുടങ്ങുന്നത്? ലഘുസിദ്ധാന്ത കൗമുദി, അത് കഴിഞ്ഞാൽ സിദ്ധാന്ത കൗമുദി,
അത് കഴിഞ്ഞാൽ കാശിക, ലഘു കാശിക, അത് കഴിഞ്ഞാൽ മഹാകാശിക, അത് കഴിഞ്ഞാൽ മഹാഭാഷ്യം. മഹാഭാഷ്യം ഞാൻ ഗ്രന്ഥം ഇപ്പോൾ കിട്ടണമെങ്കിൽ 1,00,000 രൂപയാണോ അതിൻ്റെ വില. അത്ര കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 4 വേദങ്ങൾ ആരാണ്ടോ ഈ 4 വേദങ്ങൾ? 4 വേദങ്ങൾ നിങ്ങളുടെ ഈ മറ്റേ വെളുത്ത ലോഹിയിട്ട ചെകുത്തന്മാർ ഇവിടെ വന്നതിന് ശേഷമാണോ 4 വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത്? നക്കികളെ ഈ 4 വേദങ്ങൾ അപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. കാളിദാസൻ വന്നതും എഴുതാൻ പഠിച്ചതും അഭിജ്ഞാന ശാകുന്തളം എഴുതിയതൊക്കെ നിൻ്റെ ഈ വെളുത്ത ലോക്കിയിട്ടുള്ള ചെകുത്തന്മാരെ ഇവിടെ വന്നതിന് ശേഷമാണ് അവിടെ. ബാണഭട്ടൻ എഴുതാൻ പഠിപ്പിച്ചത് നിൻ്റെ മറ്റേ അപ്പോഴാണോടാ. അവർ സാഹിത്യം, കവിതകൾ 2000 വർഷം മുമ്പുണ്ടായത് മാത്തമാറ്റീഷ്യനാണ് ആര്യഭട്ടൻ. ആസ്ട്രോണോമറാണ്, ജ്യോതിശാസ്ത്രജ്ഞനാണ്. അവരെയൊന്നും ജ്യോതിശാസ്ത്രം പഠിപ്പിച്ചതും കണക്ക് പഠിപ്പിച്ചതും കൃത്യമായിട്ട് നീയൊക്കെ ഭൂമി പരന്ന ഭൂമി എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഉരുണ്ട ഭൂമിയാണെന്നും ഇപ്പുറത്ത് നേരിൽ വീഴുന്ന സമയത്ത് ഇവിടെ രാത്രിയും അല്ലാത്തടത്ത് അവിടെ വെളിച്ചമാണെന്നും പറഞ്ഞ ഉപനിഷത്തുകളിലാണോ? ആ സമയത്ത് ഇവിടെ ഇത് എന്തേറെ ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞ ആളെ പിടിച്ച് നിങ്ങൾ വെട്ടിക്കൊന്നില്ലേ? നിങ്ങൾ ഗലീലിനെ നിങ്ങൾ കൊന്നില്ലേ? സത്യം പറയുന്നവർ നിങ്ങൾ കൊന്നില്ലേ? സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊന്നില്ലേ? അതുപോലെ വരാഹമിഹിരൻ, ദക്ഷിണേന്ത്യയിലെ തിരുവള്ളുവർ 2000 വർഷങ്ങൾക്ക് മുമ്പാടോ ഇന്നും ആ ഗ്രന്ഥം ഇവിടെയുണ്ട്. മഹാഭാരത, രാമായണം, 108 ഉപനിഷത്തുകൾ, ഗീത, 18 പുരാണങ്ങൾ, ഇതൊക്കെയും സാഹിത്യ മനോഹാരിതയുള്ളതാണ്. അതിൽ അന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്നും പ്രാവർത്തികവുമാണ്. ഇതൊക്കെ എന്താ ഉണ്ടായത്? നിൻ്റെ ഈ വെളുത്തളാക്കിയിട്ടുള്ള ചെകുത്താന്മാർ, നിൻ്റെ അമ്മയെ കെട്ടിയവന്മാരോട് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഇവരെന്താ പറയുന്നത്? ഇവിടെ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള നരകജീവിതത്തിന് കാരണം അവിടെയായിരുന്നടാ നരകജീവിതം. ഇന്നും അവിടെയാണ് നരകജീവിതം. അമ്മയെ തിരിച്ചറിയില്ല, പെങ്ങളെ തിരിച്ചറിയില്ല, ഭാര്യയെ തിരിച്ചറിയില്ല, മോളെ തിരിച്ചറിയില്ല. എല്ലാവരും കൂട്ടുകൂടിയിരുന്ന് കള്ളും കുടിച്ച് അവസാനം എല്ലാം കൂടി കെട്ടിമറിയുന്നൊരു സംസ്കാരമല്ലേടാ ഇവിടെ ഈ അമേരിക്കയിലും മറ്റെന്തായാലും പറയുക യൂറോപ്പിലേക്കുള്ളത്. അത് തന്നെയല്ലേ ഏകദേശം ഇവിടെയുള്ളത്. ഏതായാലും ദ്രാവിഡ ദേശത്തിൻ്റെ, ഭാരതത്തിൻ്റെ എഞ്ചിനീയറിംഗ് മഹിമ. തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം. എടാ നീ ഇത്രയും വലിയ എഞ്ചിനീയറിംഗ് വിദ്യ പറയുന്നുണ്ടല്ലോ, അതുപോലെ ഒന്ന് പണിത് കാണിക്ക്. എങ്ങനെയത് പണിതേന്ന് പോലും ഇവിടെ തിരിച്ചറിയാൻ യുവന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. വന്ന് കാണുന്നുണ്ട്, തിരിച്ചറിയാൻ കഴിയുന്നില്ല. മധുരയിലെ മധുര മീനാക്ഷി ക്ഷേത്രം, തിരുവണ്ണാമലയിലെ അണ്ണാമല അറയ്ക്കുന്നുവെന്ന് കാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന്. എത്ര മനോഹരമായിട്ട് എത്രയോ ഉയർന്ന രീതിയിലുള്ള ജീവിതമാണ് ഇവിടെ നയിച്ചിരുന്നതെന്ന്. സംഗീതമുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ശ്യാമശാസ്ത്രികൾ നൊട്ടേഷൻസ് മുഴുവൻ എഴുതി വച്ചിരിക്കുകയാണ്. ആ സംഗീതം ഇന്നും അതേപോലെ ശ്യാമശാസ്ത്രികളുടെ എഴുത്തും അദ്ദേഹത്തിൻ്റെ സംഗീതവും നിലനിൽക്കുന്നുണ്ട്. മുത്തുസ്വാമി ദീക്ഷിതർ 2000 വർഷങ്ങൾക്ക് 18-ാം നൂറ്റാണ്ടിൽ, ത്യാഗരാജ സ്വാമികൾ 18-ാം നൂറ്റാണ്ടിൽ, എല്ലാത്തിനും മുൻപ് പുരന്ദരദാസൻ 15-ാം നൂറ്റാണ്ടിൽ, ഔവ്വയാർ ഇന്നേക്ക് 2056 വർഷം മുമ്പ് ജീവിച്ചിരുന്നവരവർ. ഇന്നും അവരുടെ പാട്ടുകളും കാര്യങ്ങളും ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? അപ്പോൾ ഇവരെയൊക്കെയും അക്ഷരം പഠിപ്പിച്ചതും ഇവർക്ക് വിവരം പറഞ്ഞു കൊടുത്തൊക്കെയും നിൻ്റെ ഊശാമ്പികൾ അവിടെ നിന്ന് വന്ന് എന്തായാലും പറയാം മറ്റേ വെളുത്തളോഹിയിട്ടുള്ള ചെകുത്താന്മാർ, നിൻ്റെ അമ്മയെ കെട്ടിയവന്മാർ വന്നിട്ടാണോടാ ഇതൊക്കെ ഇവിടെ പഠിപ്പിച്ചത്. ഇളങ്കോ വടികൾ കേരളത്തിലുണ്ടായിരുന്നു, കുടങ്ങല്ലൂരുണ്ടായിരുന്നത് 1800 വർഷങ്ങൾക്ക് മുമ്പ്. 1800 1800 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ചിലപ്പതികാരം. ക്ലാസിക് ഗ്രന്ഥമാണ്. അത് നിൻ്റെ യൂശാമ്പി വെളുത്ത ലോഹിട്ട ചെകുത്താന്മാർ, നിൻ്റെ അമ്മയെ കെട്ടിയവന്മാർ വന്നിട്ട് പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണോടാ ചിലപ്പതികാരം. ഏതായാലും ഇതിങ്ങനെ പറയുമ്പോൾ കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് അനവധി കാര്യങ്ങൾ പറയാനുണ്ട്, അനവധി കാര്യങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ. ഭാരതത്തിൻ്റെയും അവിടെ ജീവിക്കുന്നവരുടെ കലാകാലങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നവർ വന്നു കയറിയിട്ടുള്ള ഒന്നൊരുന്നല്ല, അവിടെ ജീവിക്കുന്ന ഹിന്ദുക്കളുടെയും പാരമ്പര്യത്തെയും പൈതൃകത്തെയും ചോദ്യം ചെയ്യുന്ന പ്രക്രിയ നിർത്തുക. ഈ രാജ്യം എൻ്റേതാണെന്ന് പറയാനുള്ള അവകാശം ഇപ്പോൾ നിങ്ങൾക്കില്ല, മുസ്ലിങ്ങൾക്കുണ്ട്. കാരണം എന്താ? അവരുടെ പുണ്യഭൂമി ഭാരതമാണ്.
അവരുടെ തീർത്ഥ കേന്ദ്രമുണ്ട്, അത് മക്കയാണ്. അത് ഹിന്ദുക്കൾക്ക് അവരുടെ തീർത്ഥ കേന്ദ്രം കിടക്കുന്നത് ഇവിടെയാണ്, എന്തായാലും പറയുക, മറ്റേ തിബത്തിലാണ്. കൈലാസം തിബത്തിലാണ്. ഇവിടുന്ന് എല്ലാവരും പോകുന്നുള്ളൂ. സരോവരം കൈലാസം അത് ചൈനയുടെ അധീനതയിലാണ്. എന്ന് വെച്ചാൽ ചൈനയുടെ പ്രീമിയർമാരെയല്ല നമ്മൾ ആരാധിക്കുന്നത് ഇവിടെ. ചൈന കാണാൻ കഴിഞ്ഞെങ്കിൽ എന്തൊരു ഭാഗ്യം. ഇരു ജന്മമുണ്ട് ചൈനയിൽ ജനിക്കുന്ന ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിമും അവിടെ സൗദി അറേബ്യയെയോ ഒമാനെയോ ദുബായിയോ നമ്മൾ സ്നേഹിക്കുന്നത് പോലെയല്ലാതെ അവരാരും സ്നേഹിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ ദേശം. ഇന്ത്യയല്ല ഞങ്ങളുടെ ദേശം എന്ന് പറയുന്നില്ലടാ. ആയതുകൊണ്ട് അതുകൊണ്ട് അവർ ഇന്ത്യക്കാരാണ്. മുസ്ലിങ്ങൾ ഇന്ത്യക്കാരാണ്. ഈ ഇന്ത്യയിൽ വന്ന് ഈ ഭാരതത്തെ, ഇവിടുത്തെ സംസ്കാരത്തെ, ഇവിടുത്തെ അന്തസ്സെ ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയാണ് എൻ്റെ മാതൃഭൂമി എന്ന് പറയുന്നവർ മുഴുവൻ ഇന്ത്യക്കാരാണ്. അവർ മുഴുവൻ ഇന്ത്യക്കാരാണ്. ആ കൂട്ടത്തിൽ നിൻ്റെ വർഗത്തിനകത്തു നിന്നും ഉണ്ടടാ നല്ല അന്തസ്സും ആവശ്യത്തുള്ള പൗലോസ് ജർമ്മനിയിൽ പ്രസംഗിക്കാൻ പോയ സമയത്ത് അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം മരിച്ചുപോയി. ബിഷപ്പായിരുന്നു, കാവ്യോസ്ത്രധാരിയായിരുന്നു, രുദ്രാക്ഷ അണിഞ്ഞ് നടക്കുന്ന ആളായിരുന്നു. ഞങ്ങൾക്ക് വെറുതെ അവിടെ പോയി എന്തിനാ അറിയാം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ. അപ്പോൾ അവർ പറയും, ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വാ കുട്ടികളെ, നിങ്ങൾ ഹിന്ദു കുട്ടികളെ പറഞ്ഞ് ഇവിടെ വന്ന് ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കിയാലോ, ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പാടാം. ഞാൻ ഋഷിയേശ്വര മുമ്പ് ആദ്യം എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്ന അദ്ദേഹമാണ്. ഞാനുണ്ട്, പിന്നെ വേറെ എമി എന്ന് പറഞ്ഞാൽ സന്യാസിയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തത്. ഫസ്റ്റ് ക്ലാസ്സിനാണ് പൈസ തന്നത്. അന്നത്തെ കാലത്ത് വലിയ തുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, അത് കൊണ്ടുപോയിട്ട് മാറ്റി ഞങ്ങൾ സെക്കൻഡ് ക്ലാസ്സിന് പോയി. ബാക്കിയുള്ള പൈസ പോക്കറ്റിൽ വെച്ചു. ഒന്ന് പറഞ്ഞിരുന്നു, തിരിച്ചു വരുമ്പോൾ മഞ്ഞവസ്ത്രം ഇട്ട് വരുമ്പോൾ എന്നെ കാണാൻ വരണമെന്ന്. ഞങ്ങളവിടെ ചെന്നു. പക്ഷേ അപ്പോഴേ അദ്ദേഹം പോയിരുന്നു. അതിന്നും മനസ്സിലൊരു നോവാണത്. അങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടടാ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ആയതുകൊണ്ട് തന്നെ ഒന്നേ ഇവിടെ പറയാനുള്ളൂ, ഈ ഭാരതത്തിൻ്റെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ മുഴുവൻ ഭാരതീയർ തന്നെയാണ്. പക്ഷെ നിങ്ങളതിൽ പെടില്ല. കാരണം നിങ്ങൾ ഇവിടെയല്ല ജീവിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് വത്തിക്കാനിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് ഇംഗ്ലണ്ടിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് യൂറോപ്പിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭാരതീയരല്ല. ഈ ഭാരതത്തിൻ്റെ അവിടെ ജീവിക്കുന്നവരുടെയും പാരമ്പര്യത്തെയും പൈതൃകത്തെയും ചോദ്യം ചെയ്യുന്ന പ്രക്രിയ നിങ്ങൾ എത്ര കാലം തുടരുന്നുവോ? നിസ്സംഗരായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ അവഹേളിച്ച് അപമാനിച്ച് കുരിശുകൃഷി എത്ര കാലം തുടരുന്നുവോ? നിങ്ങൾ എന്താ ചെയ്യുന്ന അറിയോ? ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ മത്തഗജത്തെ നേരിടാൻ വരുന്ന പഞ്ചാസ്യനെ പോലെ, മതയാനയെ നേരിടാൻ വരുന്ന സിംഹത്തിനെ പോലെ ആക്കി മാറ്റും നിങ്ങൾ. അവൻ സ്വയം മനസ്സിലുറപ്പിച്ചിരിക്കുകയാണ്, സ്വയമേവ മൃഗേന്ദ്ര. ആവശ്യമായിട്ട് വരുമ്പോൾ മൃഗേന്ദ്രനാകണം, സിംഹമാകണം എന്ന് അവൻ സ്വയം ഉറപ്പിച്ചിട്ടുണ്ട്. ആ ആപ്തവാക്യം മനസ്സിലുറപ്പിച്ച് ഇവിടുത്തെ ക്രിസ്ത്യൻ കൃഷി തെമ്മാടികൾക്ക് നേരെ അവരാഞ്ഞടിക്കും. കുറച്ച് സമയം പിടിക്കുന്നു മാത്രം. അത് ഹിന്ദുവിൻ്റെ സ്വഭാവമാണ്. അവൻ നിസ്സംഗനാണ്. ഹിന്ദു നരസിംഹമാകും. ആയു കഴിഞ്ഞു. അവൻ നിൻ്റെയൊക്കെ മൂലാധാരങ്ങൾ തകർക്കും. നിന്നെ ഇമ്പോർട്ടൻ്റാക്കി മാറ്റും, ഷണ്ടന്മാരാക്കി മാറ്റും. ആയല്ലോ നിൻ്റെയൊക്കെ മാറ് പിളർന്ന് കുടൽമാല പുറത്തെടുത്ത് കഴുത്തിനണിയും. അണിഞ്ഞു തുടങ്ങിയല്ലോ. ഒന്നേ പറയാനുള്ളൂ, അടങ്ങടാ ചെറ്റകളെ, അടങ്ങടാ പൊറയാട്ട് ക്രിസ്ത്യാനികളെ. നിർത്തടാ നിൻ്റെ കുരിശുകൃഷി നിർത്തടാ. അല്ലെങ്കിൽ നീ തലയും കാണിച്ചു കിടന്നു അടി വാങ്ങിക്കാൻ, ദണ്ഡ കൊണ്ടുള്ള അടിയും വാങ്ങിക്കാൻ. ഏതായാലും കുരിശുകൃഷി നടത്തിയതിനു ശേഷം അടി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ തല പൊളിയുന്ന സമയത്ത് അതിൽ നിന്ന് ചോര ഇങ്ങനെ ചീറ്റിത്തെറിക്കുന്ന സമയത്ത് ഞങ്ങളെന്താ ചെയ്യുന്നറിയാമോ? എമ്മൻ നബ്ബായിരുന്നൊരു നടനുണ്ടായിരുന്നു. അങ്ങനെ ചിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞ് കൈയടിച്ച് ചിരിക്കും കേട്ടോ, കൈയടിച്ച് ചിരിക്കും. ഏതായാലും ഇത്തവണത്തെ ന്യൂ ഇയർ നിങ്ങളിവിടെ ആഘോഷിക്കുന്നുണ്ട്, വല്ലാതെ അർമാദിക്കുന്നുണ്ട്. നിൻ്റെ എന്നിട്ട് ബോൺ നത്തോലി, പിന്നെ പാപ്പാഞ്ഞി, നീന്ന് അവസാനിക്കുന്നത് മുഴുവൻ വൃത്തികെട്ട ഭാഷണങ്ങളാണ്. പാപ്പാഞ്ഞി, ഇതൊക്കെ എവിടുത്തെ ഭാഷകളാടാ? അതൊക്കെയും വെച്ച് നിങ്ങളിപ്പോൾ ഇവിടെ കേരളം പിടിക്കാൻ നടക്കുകയാണ്. ഇതാ നിങ്ങൾ തുടരുന്നെങ്കിൽ ഉത്തരേന്ത്യയിലത്തെ ഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഈ നിലയ്ക്ക് നിങ്ങൾ ഇവിടെ തുടരുകയാണെങ്കിൽ അടുത്ത വർഷത്തെ ന്യൂ ഇയർ, അടുത്ത വർഷം ക്രിസ്മസ് നോക്കിക്കോ, അതായി മാറും.